ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ വീക്ക്ലി ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതെല്ലാം റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു വീഡിയോ. അതിൽ കൂടെ തന്നെ നമ്മളെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വീക്ക്ലി ഒരു ദിവസം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസവും നമ്മൾ കുക്ക് ചെയ്യുമ്പം നമ്മുടെ പണികളൊക്കെ ഈസി ആയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്രാവശ്യം നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തപ്പോൾ കുറച്ച് വലിയ പർച്ചേസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അരി, പിന്നെ ചില പൊടികൾ, അങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിയിട്ടുള്ളതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണ്ട ചെയ്യണുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളിവിടെ നോർമൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് മട്ട അരിയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോതമ്പ് പൊടി നമ്മൾ വാങ്ങുമ്പം മിക്കപ്പോഴും 5 kg നല്ല ഓഫറിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിനുണ്ടാവും 5 kg ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ. നമ്മൾ 2 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൈദപ്പൊടി, റവ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ദോശമാവ് അല്ലെങ്കിൽ അപ്പം അതിൻ്റെ ബാറ്ററൊക്കെ ആയിട്ട് ഇങ്ങനെ വാങ്ങലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഉടുപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇഡ്ഡലി ദോശ മിക്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ അത് പാക്കറ്റിൽ വെക്കാണ്ട് ഞാനത് മൊത്തത്തിൽ ഒരു ബൗളിലാക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബൗളിൽ കറക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടികൾ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വേപ്പില, മല്ലിയില, പുതിനയില, മുളക്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ വേപ്പില സ്റ്റോർ ചെയ്യാൻ എല്ലാം സ്റ്റോർ ചെയ്യുമ്പോഴും താഴെയും മുകളിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആണ് നാം വെക്കാറ്. അപ്പോൾ വേപ്പില ജസ്റ്റ് ഈ തണ്ടുമ്പോൾ ഇങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട ചെയ്തിട്ടുള്ളത്. പിന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ അതിൽ ഇങ്ങനെ നന്നായിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തുടച്ചിട്ട്. അതിന് ശേഷം മല്ലിയില ഞാനിങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളാണ്. ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന്ന് അങ്ങോട്ട് എടുത്തിട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പുതിനയിൽ അതേപോലെ തന്നെ നന്നായി കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നില്ല. ജസ്റ്റ് ആ തണ്ടുമ്പെന്ന് ഇങ്ങനെ ഇലകൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് അത് ബോക്സിലാക്കിയിട്ട് വെക്കണ്ട ചെയ്യുന്നത്. പിന്നെ മുളകൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകിൻ്റെ തണ്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് പിന്നെ നമ്മളത് സെയിം രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. റുവമോളും മന ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എടാ പൊന്നാ, അതിലിട്ടെ, കഴുകാനിട്ടെ, ഡ്രസ്സ് എടുത്തിട്ടിട്ടെ, എങ്ങനെ ഇടാ, അതിൻ്റെ ഉള്ളിൽ വെക്ക്. ഓ, കുട്ടിക്ക് എടുക്കാനും പറ്റണില്ല. മുളൂസിന് എടുക്കാൻ പറ്റണില്ല. ഓ, സാരില്ല. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്ന വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ ട്രൈപോഡ് സ്റ്റാൻഡില്ലേ അതിൻ്റെ അടിയിൽ വന്ന് നിന്നിട്ട് അതിങ്ങനെ ഇളക്കലാണ് കേട്ടോ ഒരുപാട് പരിപാടി. അപ്പോൾ അവൾ നല്ല കുട്ടിയായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും അലക്കാനിടണം. അപ്പോൾ ആ തുണികളുടെ ആ ബാസ്ക്കറ്റ് എടുത്ത് കൊടുത്തതാണ് കേട്ടോ. സന്തോഷമായിട്ട് കുറേ നേരമൊക്കെ ആദ്യമേ നിന്ന് കളിക്കണുണ്ടായിരുന്നു. അത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്, ചിലത് പുറത്തേക്ക് എടുത്തിടുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും ചെയ്തോട്ടെ, എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ വിചാരിച്ചിട്ട് എടുത്ത് കൊടുത്തതാണ്. അങ്ങനെ അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തോലൊക്കെ കളഞ്ഞ് 2 ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്പ്രിങ് ഓണിയനാണ്. ഞാനിപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും സൂപ്പൊക്കെ ഉണ്ടാക്കാം. അതേപോലെ വല്ല ഫ്രൈഡ് റൈസിലേക്കോ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ നമുക്കിങ്ങനെ ഇടാൻ ഞാൻ വിചാരിച്ചത് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാമെന്ന്. അപ്പോൾ കുറേ കാലം നാശാവേണ്ടിയിരിക്കും. ഞാൻ മുമ്പും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു പരീക്ഷണമാണ്. ഞാനിങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞി ഉള്ളിയില്ലേ, ചുവന്നുള്ളി, ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് ടൈം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ പോരുമെന്ന് പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണെങ്കിൽ അത് പോരണേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വെള്ളം ചൂടാറിയിട്ടായിരിക്കും. ഞാൻ എഗെയിൻ ചൂടുവെള്ളം ഒഴിച്ച്
ചൂടാറുന്നതിന് മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. അപ്പോഴും പോരണില്ല. നമ്മളിങ്ങനെ തൊലി കളയ തന്നെ വേണം. കത്തിയൊന്നും യൂസ് ചെയ്യണ്ടെന്ന് മാത്രം. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നമ്മളൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസിയാണ്, എന്നാലും അതിൽ കാണിച്ച അത്രയ്ക്ക് സിമ്പിളായിട്ട് തോന്നിയില്ല കേട്ടോ. അതുപോലെ അതിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ തൊലി കളയുമ്പോൾ കണ്ണെരിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ട്രൂ ആണ്, കണ്ണൊന്നും എരിഞ്ഞില്ല. പിന്നെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ തൊലി മാറ്റി കളഞ്ഞിട്ട് എടുക്കുക. അങ്ങനെ ഞാനിതേ ഉള്ളി സെറ്റാക്കിയിട്ടുണ്ട്. അതൊരു ബോട്ടിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടുവെള്ളത്തിൽ തന്നെ നമ്മൾ വേറൊരു ട്രിക്ക് ചെയ്യാൻ പോവാണ്. ഇതും ഞാനിതുപോലെ റീൽസിൽ കണ്ടിട്ടുള്ളതാണ്. സ്ട്രോബെറീസ് നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ തണ്ട് ഭാഗമൊക്കെ കളഞ്ഞ് ഈ ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും വിനീഗറും ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഈ സ്ട്രോബെറീസിലുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ടൈം വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് എടുത്ത് ടിഷ്യൂ പേപ്പറിൽ ഒന്ന് തുടച്ചെടുത്തിട്ട് ആണ് കേട്ടോ ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റണത്. അപ്പോൾ ഇത് കറക്റ്റാന്ന് തോന്നി. അവർ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം നോക്കുമ്പം അത്യാവശ്യം നല്ല ഡേർട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇപ്രാവശ്യം വാട്ടർമെലൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ഫ്രൂട്ട്സൊക്കെയാണ് ഇങ്ങനെ വാഷ് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അല്ലാതെ നോർമൽ ഫ്രൂട്ട്സ് ഇപ്പോൾ ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചത് ജസ്റ്റ് ബാസ്ക്കറ്റിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുക. ടേബിളിൽ വെക്കും. അത് നമ്മൾ പിന്നെ ആവശ്യമുള്ളപ്പോൾ കഴുകി കട്ട് ചെയ്ത് കഴിക്കണ്ട. ഇങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ സ്പേസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഈസി ആവാൻ വേണ്ടിയിട്ടും ഞാനിത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ തൊട്ടിട്ട് നമ്മൾ കുടിക്കുന്ന ഒരു സംഭവമാണ് ABC ജ്യൂസ്. ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അങ്ങനെ കുടിക്കലുണ്ട്. പിന്നെ റുവ ബേബിക്കും ഒക്കെ കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആവാൻ വേണ്ടിയിട്ട് ചില ദിവസങ്ങളിലൊക്കെ മടിയാവും ഇതൊക്കെ തൊലി കളഞ്ഞുണ്ടാക്കി കട്ട് ചെയ്തിട്ടൊക്കെ ജ്യൂസ് അടിക്കണ്ടേന്ന് ആലോചിക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ അടിക്കുന്ന ദിവസം ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് വെച്ച് കുറേശ്ശെ എടുത്തിട്ട് ജ്യൂസ് അടിക്കാമല്ലോ. അപ്പോൾ ഞാൻ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഓരോന്നെടുത്തിട്ട്. പിന്നെ ഞാൻ മീനും ചിക്കനൊക്കെ വാങ്ങിച്ചത് ക്ലീനാക്കി കട്ടാക്കിയിട്ടൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഫ്രീസറിൽ. അപ്പോൾ നമ്മൾ പ്രോൺസ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനിതേ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമുക്ക് ഓൾറെഡി ഫിഷ് ക്ലീനാക്കി തരും. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തലഭാഗം കളഞ്ഞിട്ടാണ് തരാം, ബാക്കി ഭാഗം ക്ലീനാക്കിയിട്ട് അങ്ങനെ തരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തല നല്ലതാണെങ്കിൽ എടുക്കാമല്ലോ വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ നോക്കുമ്പോൾ ഒരു 3-4 നല്ല തല കിട്ടിയിട്ടുണ്ടാവും, ബാക്കിയൊന്നും അത്ര അടിപൊളി ആയിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ക്ലീൻ ചെയ്ത് വാങ്ങിച്ചാൽ മതിയായിരുന്നു കേട്ടോ ലാസ്റ്റ്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ഇട്ടേക്കുന്നത് ഇന്ന്. അപ്പോൾ ഇന്ന് സൺഡേ കൂടിയാണ്. അപ്പോൾ ബിരിയാണിക്ക് കുറച്ച് പ്രോൺസ് എടുത്തിട്ട് മസാല പുരട്ടി വെക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിൾ മസാലയാണ്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പണികളുടെ ഇടയിൽ കൂടെ ഞാൻ ശരിക്കും ബിരിയാണി വെക്കണമെന്ന് ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഒരാഗ്രഹം വന്നെന്നാൽ പിന്നെ പ്രോൺസ് ബിരിയാണി ആക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ. അതും സൈഡിൽ കൂടെ ആ പണികൾ നടക്കുന്നുണ്ട്. പിന്നെ ഇതേ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ തൊലിയൊക്കെ റിമൂവ് ആക്കുന്നുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് പീസസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എപ്പോഴും ചിക്കൻ കട്ട് ചെയ്ത് വെക്കുമ്പം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വേറെ വെക്കും, പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ വേറെയും ആയിട്ടാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ഇത് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്ല കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം ഈ എല്ലുള്ള പീസസ് എടുത്തിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ വല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് പീസ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ വേറെ വേറെ ആക്കി വെക്കുന്നത്. അപ്പോൾ ഇത് ഈ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനിവിടെ ബിരിയാണിയും ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ പാർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മുകളിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ ഇട്ട് പിന്നെ ദമ്മ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ഫൈനൽ സ്റ്റെപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുക്കിംഗ്
പിന്നീടുള്ള ദിവസങ്ങളിൽ ഭയങ്കര ഈസിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.